അച്ചുവിലത്തെ കർഷകനെ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ ഏതൊരാളിലും കർഷകൻ ഉണ്ട് എന്നുള്ളത് പറയണത് വെറുതെ അല്ല. അപ്പോൾ ഞങ്ങൾ സ്കൂളൊക്കെ പൂട്ടിയിട്ട് വീണ്ടും അമ്മമ്മയുടെ അടുത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മാങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ല പഴുത്ത മാങ്ങ. അപ്പോൾ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ അവൻ പറഞ്ഞു നമുക്കിത് കുഴിച്ചിട്ടാലോ എന്ന്. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് റബ്ബർ വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ റബ്ബറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ ഒട്ടുമിക്ക റബ്ബറും പന്നി വന്നിട്ട് കുത്തി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും അവിടെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു, എന്നാൽ ആ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഇതൊന്ന് കുഴിച്ചിട്ടാലോ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ പോയി കൈക്കോട്ടൊക്കെ എടുത്ത് വന്ന് കളച്ചിട്ട് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തു കേട്ടോ. കാരണം കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഈ ഫോണൊക്കെ എടുത്തിട്ട് ഇരിക്കണേക്കാട്ടിലും ഇങ്ങനെ ഓരോന്ന് കിട്ടുമ്പോൾ അങ്ങനെ ആ ഒരു വേറൊരു രീതിക്ക് ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളൊക്കെ പണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ കുഴിച്ചിടലും മുളപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് അവൻ ജീണ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇത് ഞങ്ങളുടെ കുഞ്ഞി മാവാണ് കണ്ടോ. ഞങ്ങൾ റബ്ബർ വെക്കുന്ന സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 കുഴി എക്സ്ട്രാ എടുത്തിട്ട് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. വേണ്ട രാജേട്ടനാണ് ഇത് അച്ഛനല്ലേ കുഴിച്ചിട്ട്? അത് ഇതൊക്കെ അച്ഛൻ വെച്ചതാ, രാജേട്ടൻ വെച്ചതാണ്. കണ്ടോ നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 2 എണ്ണം പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ റബ്ബറിന് കുഴി എടുത്തപ്പോൾ 2 എണ്ണം വെച്ചിട്ടുള്ള. ഇത് അച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് കൊടുന്നിട്ട് അച്ഛനും കൂടി വെച്ചതല്ലേ, അച്ഛനും ഏട്ടനും കൂടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ ഈ ഒരു മാവ് വയ്ക്കുന്നതോട് കൂടിയിട്ട് വെച്ചതാണ് പ്ലാവ്. ഇത് അച്ചുവിന് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ അത് അവിടെ വെക്കാൻ സ്ഥലമില്ല. എവിടെയാണെങ്കിൽ നമുക്ക് കുറച്ച് തോന്നെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഇത് എന്തിൻ്റെ കായാണ് അല്ലെങ്കിൽ മരമാണെന്നുള്ളത് അറിയില്ല. ഒന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അത് എന്തിൻ്റെയാണ് എന്നുള്ളത്. നമുക്ക് അറിയണില്ല അത് ഏതിൻ്റെയാണ് എന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള വീഡിയോ ആണ് കേട്ടോ. കാരണം അവൻ കൈക്കോട്ട് എടുക്കണതും കളയ്ക്കണതും കുഴിച്ചിടുന്നതൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.